നമസ്കാരം. മനാഫിന് പിന്തുണ കൂടുകയാണ്. മനാഫിനെതിരെ കേസെടുത്തതോടെ മനാഫ് റിയൽ ഹീറോയാകുന്നു. അർജുന് വേണ്ടി അവസാന നിമിഷം വരെ മനാഫ് നിലകൊണ്ടു. അവിടെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിന് പക്ഷേ മോണിറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല. അർജുൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം മനാഫിന് മറുപടി ഉണ്ടായിരുന്നു. അത് കൃത്യം. ആ കുടുംബത്തിനെ മനാഫ് വേദനിപ്പിച്ചതുമില്ല. എന്നിട്ടും കേസ് തളരുകയാണ് മാനസികമായി മനാഫ്. പക്ഷേ മലയാളി മനസ്സുകൾ മനാഫിനൊപ്പമാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച ലോറി ഡ്രൈവർ അർജുൻ്റെ കുടുംബം ലോറി ഉടമ മനാഫിനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയ രണ്ട് തട്ടിൽ ചർച്ചകൾ തുടങ്ങി. ചിലർ അർജുൻ്റെ കുടുംബത്തെ വിമർശിക്കുമ്പോൾ ചിലർ മനാഫിനെതിരെ പ്രതികരിക്കുന്നു. അതായത് സൈബർ ആക്രമണം മനാഫിനെതിരെയും ഉണ്ടാകുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ ആക്രമണത്തിന് അർജുൻ്റെ കുടുംബം പരാതി നൽകുകയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു. ഇതിൽ ലോറി ഉടമ മനാഫിനെയും പ്രതിയാക്കി. എന്നാൽ മനാഫ് കുടുംബത്തെ ഒരിക്കൽ പോലും ഇകഴ്ത്തി കാട്ടിയിട്ടില്ല. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ മാപ്പ് പറഞ്ഞു. ഇതിനിടെ ലോറി ഉടമ മനാഫിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അഖിൽ മാരാർ അടക്കമുള്ളവർ. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മഹാ അപരാധമായി കാണാൻ തനിക്ക് കഴിയില്ലെന്ന് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. താൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണെന്ന് അഖിൽ മാരാർ അഭിപ്രായപ്പെട്ടു. ഒരു CPM ഗ്രാമത്തിലാണ് അർജുൻ്റെ വീട്. അർജുൻ്റെ മൃതദേഹം കണ്ടെത്തിയ ശേഷം അതിൻ്റെ അംഗീകാരം മുഴുവൻ മനാഫിലേക്ക് പോയെന്നതാണ് വസ്തുത. 72 ദിവസവും തെരച്ചിലിനെ ഏകോപിപ്പിച്ച മനാഫ് താരമായി. ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അർജുന് വേണ്ടി കേരള സർക്കാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, കർണാടകവും നടത്തി. എന്നാൽ എല്ലാം മനാഫ് കൊണ്ടുപോകുന്നുവെന്ന തോന്നലിൽ ചിലതെല്ലാം മെനഞ്ഞു. തുടർന്നായിരുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ പത്രസമ്മേളനം. സർക്കാരിൽ നിന്നും സംരക്ഷണവും സഹായവും ഉറപ്പുകൊടുത്തവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയായിരുന്നു. അതിലൊന്നാണ് യൂട്യൂബിലൂടെ മനാഫ് പണം ഉണ്ടാക്കിയെന്നത്. ഇതിൽ ഒരർത്ഥവുമില്ല. 2 ദിവസം മുമ്പ് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ആ ചാനലിലുണ്ടായിരുന്നത്. അതിൽ നിന്ന് വരുമാനം കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്ന് അതിന് 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. മനാഫിന് മലയാളികൾ നൽകുന്ന പിന്തുണയ്ക്ക് തെളിവാണിതെല്ലാം. വിവാദങ്ങളിൽ കൃത്യമായ വിശദീകരണമാണ് മനാഫ് നൽകിയത്. എല്ലാ ആരോപണത്തിനും എണ്ണി മറുപടി നൽകി. ആ നിഷ്കളങ്കത തിരിച്ചറിഞ്ഞാണ് ആ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് എത്തുന്നതും. അഖിൽ മാരാരുടെ അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് മനാഫിനുള്ള അംഗീകാരമാണ്. അർജുനെ കിട്ടിയതോടെ സമാധാന ജീവിതം കിട്ടുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അതുണ്ടായില്ലെന്നും മനാഫ് പറഞ്ഞു. സംസാരിക്കവേ വിതുമ്പിക്കൊണ്ടായിരുന്നു മനാഫിൻ്റെ പ്രതികരണം. കേസെടുത്ത കാര്യം രാവിലെയാണ് അറിയുന്നത്. മതങ്ങളെ യോജിപ്പിക്കാനാണ് പ്രവർത്തിക്കുന്നത്. തമ്മിൽ തള്ളിപ്പിക്കുന്നത് മനാഫ് ഒരിക്കലും ചെയ്യില്ല. അർജുൻ്റെ കുടുംബത്തിനെതിരെ കമൻറ്റ് ഇടരുതെന്നും ആക്രമിക്കരുതെന്നും പൊതുസമൂഹത്തോട് ഞാൻ പറഞ്ഞതാണ്. എന്നെക്കൊണ്ട് കഴിയും വിധം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സമയം വരെ അർജുൻ്റെ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് നിന്നത്. ഇനി അങ്ങോട്ടും അവരുടെ കൂടെ തന്നെയാകും. എങ്ങനെ കേസിൽ കുടിക്കാലും ശിക്ഷിച്ചാലും താൻ അവരുടെ കൂടെ തന്നെ ഉണ്ടെന്നും മനാഫ് പറഞ്ഞു. തൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും കാണാൻ പറ്റും. അതിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. മനാഫിനെതിരെ FIR ഇട്ട നടപടി പോലും വ്യാപക പ്രതിഷേധമായി മാറിയിട്ടുണ്ട്. മനാഫിന് കിട്ടുന്ന പിന്തുണ സർക്കാരിനെയും അത്ഭുതപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ തിരുത്തൽ വന്നേക്കും. വിഷയത്തിൽ അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ശരിയും തെറ്റും ചർച്ച ചെയ്യാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്തായാലും ഒരു മഹാ അപരാധമായി കാണാൻ എനിക്ക് കഴിയില്ല. മറിച്ച് വേണ്ടപ്പെട്ടവരെ ഒരാഴ്ച കഴിയുമ്പോൾ മറക്കുന്ന മനുഷ്യരുള്ള നാട്ടിൽ 72 ദിവസം ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാറ്റിവെച്ചത് ചെറിയ കാര്യമല്ല. കുഴിയിൽ വീണ സുഭാഷിനെ നീ എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് കൂട്ടുകാരൻ കാണിച്ച ആത്മാർത്ഥത ഭാവിയിൽ സിനിമയാകും എന്ന ചിന്തയിലല്ല. ഉള്ളിലെ സത്യം സിനിമയായി സംഭവിച്ചതാണ്. മനാഫിന് ലഭിച്ച പ്രശസ്തി അറിഞ്ഞുകൊണ്ട് അയാൾ സൃഷ്ടിച്ചതല്ല, അയാളുടെ ആത്മാർത്ഥതയ്ക്ക് സ്വാഭാവികമായി സംഭവിച്ചതാണ്. ഇനി അർജുനെ വിറ്റ് കാശാക്കിയവരെ എതിർക്കണം എന്നതാണ് ആഗ്രഹം. എങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും നിങ്ങൾ വിമർശിക്കുക. മനാഫിനെതിരെ നിരവധി പോസ്റ്റുകൾ ഞാൻ കണ്ടു. പക്ഷേ ഒരാൾ പോലും അയാൾ ചെയ്ത തെറ്റെന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. ചുരുക്കത്തിൽ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് ലോകത്തോട് ഉറപ്പിക്കാൻ ഒരാളുടെ പേരും മതവും നോക്കി അനുകൂലവും പ്രതികൂലമായ പ്രതികരണങ്ങൾ വരുന്നത് അപകടകരമായ കാഴ്ചയാണ്. ഞാൻ കണ്ട കാഴ്ചയിൽ മനാഫ് മനുഷ്യനാണ് എന്ന് പറഞ്ഞാണ് അഖിൽ മാരാർ തൻ്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്.